കെഎസ്ആർടിസിയിൽ നിന്നും സമാന്തര സർവീസുകളെ നിയന്ത്രിക്കാൻ സുരക്ഷയൊരുക്കിയതിനുള്ള തുക ഈടാക്കി പോലീസ്. തുക എഴുതി തള്ളണമെന്ന കെഎസ്ആർടിസിയുടെ ആവശ്യം അംഗീകരിച്ചില്ല. കെഎസ്ആർടിസിക്ക് പോലീസ് നൽകാനുള്ള വാറണ്ട് കുടിശ്ശികയിൽ നിന്നാണ് തുക ഈടാക്കിയത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കെഎസ്ആർടിസി കടന്നുപോകുന്നത്. കൃത്യമായി ശമ്പളം പോലും നൽകാൻ കെഎസ്ആർടിസിക്ക് കഴിയുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും അവഗണന നേരിടുകയാണ് കെഎസ്ആർടിസി. ഇതിനിടയിലാണ് പോലീസും സുരക്ഷ നൽകിയതിന്റെ പേരിൽ കെഎസ്ആർടിസിയെ പിഴിയുന്നത്. 2017 മുതൽ 2019 വരെ സമാന്തര സർവീസുകളെ നിയന്ത്രിക്കാൻ കെഎസ്ആർടിസി പോലീസ് സുരക്ഷയിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ കൂടി ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ക്വാഡുകൾ രൂപീകരിച്ചത്. എന്നാൽ പോലീസിന് വിട്ടു നൽകിയതിൽ പണം നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി കെഎസ്ആർടിസിയെ അറിയിച്ചു. 12 ലക്ഷം രൂപയ്ക്കടുത്ത് നൽകണമെന്നായിരുന്നു ആവശ്യം. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഇത് ഒഴിവാക്കണമെന്ന് കെഎസ്ആർടിസി പലതവണ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വഴങ്ങിയില്ല. ഒടുവിലാണിപ്പോൾ വാറണ്ട് ഇനത്തിൽ പോലീസ് കെഎസ്ആർടിസിക്ക് നൽകാനുള്ള കുടിശ്ശികയിൽ നിന്ന് ഈ തുക തിരികെ ഈടാക്കിയിരിക്കുന്നത്. ഇനിയും 12 ലക്ഷം രൂപയ്ക്കടുത്ത് വാറണ്ട് ഇനത്തിൽ കെഎസ്ആർടിസിക്ക് പോലീസ് കുടിശ്ശിക നൽകാനുണ്ട്. സമാന്തര സർവീസുകൾ കെഎസ്ആർടിസിക്ക് വെല്ലുവിളിയായതോടെയാണ് ഇവരെ ഒതുക്കാൻ പോലീസിന്റെ സഹായം തേടിയത്. ഇപ്പോൾ അതേ പോലീസിന് സുരക്ഷയുടെ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്ന ഗതികേടിലാണ് കെഎസ്ആർടിസി. ജനം, തിരുവനന്തപുരം.